ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ബ്യൂട്ടി വ്ളോഗ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ്. ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് സമയം കിട്ടി, അത് കാരണം ബ്യൂട്ടി വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? നമുക്കെല്ലാവർക്കും നല്ല സ്കിന്ന് വേണം, നല്ല ഹെയർ വേണം, ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരുടെയും ആഗ്രഹം. പിന്നെന്താ, പിന്നൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഏജിങ് ഗ്രേസ്ഫുള്ളി എന്നൊക്കെ പറയുമ്പോഴും നമ്മളെപ്പോഴും ആലോചിക്കുന്നത് എത്രത്തോളം ചെറുപ്പമായിട്ടിരിക്കാൻ പറ്റുമോ ലുക്ക് വൈസ്. പ്രായം കൊണ്ട് എന്തായാലും പ്രായമാകാതിരിക്കില്ലല്ലോ, വയസ്സ് പുറകോട്ടല്ലല്ലോ, മുന്നോട്ടാണ് പോകുന്നത്. എങ്കിലും ഒരു ഏജ് തൊട്ടേ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രായം വരെ നമുക്ക് കുറേയൊക്കെ ഏജിനെ പിടിച്ചു നിർത്താൻ പറ്റും ലുക്ക് വൈസ്. അതായത് കാഴ്ചയിൽ, ആരോഗ്യപരമായ കാര്യത്തിൽ ഹെൽത്ത് വേണമെങ്കിൽ നമ്മൾ ശരിക്കും എക്സസൈസ് ചെയ്യണം, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ക്രമീകരണം വേണം, ന്യൂട്രിറ്റീവായിട്ടുള്ള ഭക്ഷണം കഴിക്കണം, ഹെൽത്തി ന്യൂട്രിറ്റീവ് ഭക്ഷണക്രമം, നല്ല അതായത് നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാവണം ജീവിതത്തിൽ. ജീവിതത്തിൻ്റെ ഒരു അടുക്കും ചിട്ടയും വേണം, അതായത് ഡിസിപ്ലിൻ വേണം ലൈഫിൽ. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഹെൽത്ത് ഉണ്ടാവുള്ളൂ. എക്സസൈസ്, വാക്കിങ്, ചെറിയ ചെറിയ ഗ്രൗണ്ട് എക്സസൈസസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും നമ്മൾ പുറമേ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിലേറ്റവും പ്രധാനമായ സ്കിന്നാണ്. സ്കിന്ന് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, നിറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, കുറച്ച് നല്ല അങ്ങനത്തെ കാര്യങ്ങൾ കഴിച്ചാൽ സ്കിന്ന് ഒരുവിധമൊക്കെ നന്നായി വരും. എങ്കിലും പുറമേ ചില ആപ്ലിക്കേഷൻസും കൂടി ആകാം അല്ലേ. അതും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി ഒരു പെട്ടെന്ന് നമ്മളെന്താ പറയുക, സഡൻ ചേഞ്ചസ് എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു വ്യത്യാസം തോന്നുന്ന രീതിയിൽ. അതിൻ്റെ മെയിൻ പ്രശ്നം എന്താണ്? നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സൺസ്ക്രീനൊക്കെ ഇടാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ എല്ലാവർക്കും. ഞാൻ ഉൾപ്പെടെ, ഞാൻ എൻ്റെ കാര്യം കൂടെ പറയുകയാണെ, സൺസ്ക്രീൻ ഇടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. കാര്യം എത്ര ഓയിലി അല്ലാത്ത സൺസ്ക്രീൻ ആണെങ്കിലും മാറ്റ് ഫിനിഷ് ആണെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ബേസായിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു സൺസ്ക്രീനും കൂടെ ഇട്ടിട്ട് പിന്നെ ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്കെപ്പോഴും തോന്നാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുറച്ച് ഒരു 3-4 മണിക്കൂർ കൂടുതലൊന്നും അതിൻ്റെ ഇഫക്റ്റ് നിൽക്കില്ല. പിന്നെ അത് മാറ്റണം എന്നാണ് പറയുന്നത്. ഒരു മേക്കപ്പ് ചെയ്ത് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് നടക്കുമ്പോൾ പിന്നെ എപ്പോഴും മേക്കപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇടയ്ക്കൊന്ന് മേക്കപ്പ് ടച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെ വാഷ് ചെയ്ത് മാറ്റിയിട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ സൺ ടാൻ എന്നുള്ളൊരു വലിയ പ്രശ്നം, സൂര്യൻ്റെ സൂര്യതാപമേറ്റിട്ട് സൂര്യൻ്റെ രശ്മികൾ നല്ലത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ എക്സ്ട്രീം ഫോമിൽ അല്ലെങ്കിൽ ടു മച്ച് ഓഫ് എക്സ്പോഷർ ടു സൺലൈറ്റ് ഇസ് ഓൾസോ നോട്ട് ഗുഡ്. ഒരുപാട് നമ്മൾ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ താഴെ ചെന്ന് നിന്നാൽ പണി കിട്ടും. അങ്ങനെയാണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ടാൻ വരുന്നു. പിന്നെ അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ പറഞ്ഞാൽ നമ്മൾ അന്തരീക്ഷത്തിൻ്റെ മലിനീകരണം, നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പം നമ്മൾ ശ്വസിക്കുന്ന വായു പോലും ഒരുപാട് പൊല്യൂട്ടഡാണ്. പിന്നെ സൺ ഒരു പ്രധാന ഘടകമാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ഒരുപാട് ഏൽക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ നമ്മുടെ സ്ട്രെസ്സ്, സ്ട്രെയിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആൾക്കാർക്ക് പല കാര്യങ്ങളാണല്ലോ, നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ ഓരോ ആൾക്കാരും. എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷൻസും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും നമ്മുടെ ടോട്ടൽ ആരോഗ്യത്തിനെയും ഒക്കെ ബാധിക്കും. എന്തായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് പോയാൽ, ഡെയിലി ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു പോയാൽ നല്ലതാണ്. അപ്പോൾ പ്രായം തോന്നാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ സ്കിന്ന് സൂക്ഷിക്കാനായിട്ട് തലമുടി നരയ്ക്കുന്ന കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കളേഴ്സ് ചെയ്യാം, ഡൈ ചെയ്യാം, ചില ആൾക്കാർ ഹെന്ന ചെയ്യും, പക്ഷേ എല്ലാ ഹോം മെയ്ഡ് ഹെന്ന ചെയ്യുന്നവരുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് അതിനൊക്കെ പ്രതിവിധി ഉണ്ട്, കളർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ സ്കിന്നിൻ്റെ ചുളുക്ക്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഭയങ്കരമായിട്ട് ചുളുക്ക് വരകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വന്നു തുടങ്ങിയാൽ കൂടുതൽ സൂക്ഷിക്കണം. വരുന്നതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ച് കൂടുതൽ കാലം ഇത് പതുക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് മനസ്സിലായല്ലോ. ചർമ്മം കണ്ടാൽ പ്രായം തോന്നിക്കാനേ പാടില്ല, തോന്നുകയില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മൾ സ്കിന്നിന് കൊടുക്കുന്ന കെയർ തന്നെയാണ്. ഇന്ന് ഞാനൊരു റെമഡി പറയാൻ പോവാണ്. ദാറ്റ് ഈസ്, ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഡെയിലി ചെയ്താലും തെറ്റില്ല, സ്കിന്നിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അതായത് സ്കിന്ന് പ്രത്യേകിച്ച് പറഞ്ഞാൽ മുഖം, കഴുത്ത് മുതലായ കാര്യങ്ങൾ എല്ലായിടത്തെയും സ്കിന്ന് നല്ല ചെറുപ്പമായിട്ടിരിക്കാനായിട്ട്, നല്ല ഫൈൻ ലൈൻസ് ഒന്നും വരാണ്ട് റിങ്കിൾ ഫ്രീ ആയിട്ട്. പിന്നെ പിഗ്മെൻറ്റേഷൻ എഗെയിൻ ഏജ് റിലേറ്റഡും കൂടിയാണ് കുറേയൊക്കെ പിഗ്മെൻറ്റേഷൻ. കുറേ സൂര്യൻ്റെ പ്രശ്നം നമ്മൾ സൂര്യൻ്റെ തലയിൽ കൊണ്ട് വയ്ക്കുമെങ്കിലും കുറേ കാര്യങ്ങൾ, എങ്കിലും പിഗ്മെൻറ്റേഷന് ഒരു പരിധി വരെ നമുക്ക് ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഏജ് റിലേറ്റഡും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ പറഞ്ഞാൽ കറുത്ത എന്താ പറയുക, കരിമംഗല്യം അറിയില്ലേ, അത് തന്നെ 2-3 ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റേഷൻ വരും. പിന്നെ ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക്നെസ്, ഇതെല്ലാം ആ ഒരു കരുവാളിപ്പൊക്കെ കുറയ്ക്കാനായിട്ടും ഞാൻ ഈ പറയുന്ന റെമഡി ഒരുപാട് സഹായിക്കും. കരുവാളിപ്പെല്ലാം കുറയ്ക്കുകയും ചെയ്യും, ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അത് കൂടാണ്ട് പുതിയ ഡാർക്ക് സ്പോട്ട്സ് വരാതിരിക്കാനും സഹായിക്കും. റെമഡി എന്താണെന്ന് പറയട്ടെ, സിമ്പിൾ. അതായത് മുരിങ്ങയില,
മുരിങ്ങ ലീവ്സ് എന്നാണ് പറയുക. അതിൻ്റെ പൗഡർ ഫോമിൽ വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുരിങ്ങ ഇല എടുത്തിട്ട് ഉണക്കി പൊടിച്ചെടുത്താലും മതി. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മേടിച്ചാണ് കേട്ടോ. ഇത് മേടിച്ചാണ് മുരിങ്ങ ലീവ്സ് പൗഡർ. ഇത് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഞാൻ ഇടയ്ക്ക് 2-3 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതായത് നമ്മൾ ഒരു ഫാമിലൊക്കെ പോയിരുന്നില്ലേ, അത് വൈശാഖ എന്ന് പറഞ്ഞ ഗാർഡൻസിൻ്റെ അവരുടെ ഫാമിൽ കിട്ടും, അവരുടെ സ്റ്റോറിൽ കിട്ടും. ഇത് കൂടാണ്ട് നമുക്ക് ഓൺലൈനായിട്ടും മുരിങ്ങ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. എല്ലാ ആമസോണിലൊക്കെ കയറി നോക്കിക്കോളും. മുരിങ്ങ പൗഡർ നല്ല പ്യുവറിന് നല്ല ഗ്രീൻ കളറിൽ. ഇത് പൗഡർ ഫോമിലാണ് നല്ലത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുരിങ്ങ ലീവ്സിൻ്റെ ഓയിൽ ഉണ്ടാക്കിയിട്ട് ആ ഓയിൽ വേണമെങ്കിലും മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാക്ക് പോലെ നമ്മൾ എല്ലാ ദിവസവും ഇടുകയാണെങ്കിൽ നല്ലതാണ്. മുരിങ്ങ ലീവ്സ് ഇതെടുത്തിട്ടുണ്ട്. ഇതൊരു സ്പൂൺ നിറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വെറുതെ വെള്ളത്തിൽ കലക്കി വേണമെങ്കിൽ മുഖത്ത് പുരട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ചിലർക്ക് തൈര് അലർജിയാണ്. എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമുള്ളൊരു, ലാക്റ്റിക് ആസിഡൊക്കെ ധാരാളമുള്ള ഒരു കാര്യമാണ് തൈര്. ഐ ലൈക്ക് യോഗേർട്ട്, ബട്ടർ മിൽക്ക്, അങ്ങനത്തെ എല്ലാം എനിക്കിഷ്ടമാണ്. എൻ്റെ സ്കിന്നിനത് നല്ല യോജിക്കും. നല്ലൊരു ടാൻ റിമൂവലും കൂടിയാണ് ജനറലി സ്പീക്കിംഗ്. ഇത് വെറുതെ തൈരോ മോരോ മുഖത്ത് പുരട്ടുന്നത് നല്ലതാണ്. ഒരു വെയിലത്തുനിന്നൊക്കെ തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എൻ്റെ സ്കിന്നിന് തൈര് നല്ലതാണ്. പക്ഷേ എല്ലാവരുടെ സ്കിന്നിലും അങ്ങനെ ആവണം നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ പാലാകാം. ചിലർക്ക് പാലും ഇൻടോളറൻ്റ് ആണെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചാലും മതി. ഇനി റോസ് വാട്ടർ ഒഴിച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുക, അതാണ് മെയിൻ. ഇത് 2 കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ ഈ ഒരു മുരിങ്ങ പൗഡറിൽ ഓക്കെ ഇതിനകത്ത് ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ സി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വൈറ്റമിൻ സിയുടെ പ്രസൻസ് ഒരു പ്രധാന ഫാക്ടറാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ ഒരു മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റ്. ആ പിഗ്മെൻറ്റാണ് നമുക്ക് ഈ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ മുതലായ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ സിക്ക് ഈ ഒരു മെലാനിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇൻഹിബിറ്റ് ചെയ്യാനാണ് സാധിക്കുന്നത്. ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പ്രൊഡക്ഷൻ നടന്ന് ഓവറായിട്ട് നമുക്ക് ആ ഡാർക്ക് സ്പോട്ട്സ് ഒന്നും ഉണ്ടാകാതിരിക്കും. അപ്പോൾ അതിനായിട്ട് ഈ വൈറ്റമിൻ സി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, തൈറോസിനേസ് എന്ന് പറഞ്ഞൊരു എൻസൈമുണ്ട്. ആ എൻസൈമാണ് ഈ ഒരു മെലാനിനെ ട്രിഗർ ചെയ്യാന്ന് വെച്ചാൽ അതിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മെലാനിൻ എന്ന് പറയുന്ന ആ പിഗ്മെൻറ്റിനെ ട്രിഗർ ചെയ്യുന്ന എൻസൈമാണത്. ആ എൻസൈമിനെ, എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ തൈറോസിനേസ് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയിൽ ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് വൈറ്റമിൻ സി ഈ മെലാനിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും വൈറ്റമിൻ സിയുടെ പ്രസൻസ് കാരണം നമ്മുടെ ഇതിനകത്തുള്ള വൈറ്റമിൻ സി ഇൻ എനി ഫോം ഇസ് ഗുഡ്. അപ്പോൾ ഇതിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മുരിങ്ങ ഇലയുടെ പൗഡറിന് അങ്ങനെ ഒരു കഴിവും കൂടിയുണ്ട്. മെലാനിൻ പ്രൊഡക്ഷനെ ഒന്ന് ഇൻഹിബിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഡാർക്ക് സ്പോട്ട്സും പിന്നെ പിഗ്മെൻറ്റേഷനും ഒക്കെ നന്നായിട്ട് കുറച്ചുകൊണ്ട് വരാനും ഫേഡ് ചെയ്യാനും കൂടുതൽ വരാതിരിക്കാനും സഹായിക്കും. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. അതായത് വേറെ 2 പ്രധാന കാര്യം കൂടിയുണ്ട് ഈ മുരിങ്ങയിലയിൽ. മുരിങ്ങ പൗഡറിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ആൻഡ് ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും റിങ്കിൾസ്, ഫൈൻ ലൈൻസ് മുതലായ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഉണ്ടാകുന്നവർക്കാണെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണം കൊണ്ട് കുറഞ്ഞു വരും. അപ്പോൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 30s തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ 40s 50s ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇനി തുടങ്ങിയാലും മതി. റെഗുലറായിട്ട് ചെയ്യുക. ഒരു ഡിസിപ്ലിൻ ഉണ്ടായാൽ നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം. സ്ഥിരമായിട്ട് ചെയ്യണം, വളരെ റിലീജിയസ് ആയിട്ട് ചെയ്യണം, വളരെ എന്താ പറയുക, പ്ലാൻ ചെയ്ത് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഇന്ന് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അടുത്ത് ചെയ്യുന്നത്. ചിലപ്പോൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമായിരിക്കും. ആ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും ചെയ്യണം. അല്ലാണ്ട് അത് നമ്മൾ ഇന്ന് ചെയ്തു പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞ് ചെയ്തു, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റ് കിട്ടില്ല. പിന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ഇമീഡിയറ്റ് ഇഫക്റ്റ് വേണമെന്ന് വിചാരിക്കുന്നത് തെറ്റ്. ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇമീഡിയറ്റ് ആയിട്ടൊരു ചെറിയ ഇഫക്റ്റ് ഒക്കെ ഉണ്ടാവും. ദാറ്റ് ഈസ് നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഗ്ലോയും നല്ലൊരു വ്യത്യാസമൊക്കെ തോന്നും. പക്ഷേ അത് സ്ഥിരമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് ആപ്ലിക്കേഷൻ തുടങ്ങാം. അപ്പോൾ ഞാൻ എൻ്റെ തൈരിലാണ് ഞാൻ ചെയ്യുന്നത്. കാര്യം തൈര് എൻ്റെ ഒരു ഫേവററ്റ് മാധ്യമമാണ്. ഓക്കെ, മുടിയൊന്ന് കെട്ടി വെക്കട്ടെ. ഓക്കെ, അങ്ങ് തുടങ്ങാം. ദാറ്റ് ഇസ് കണ്ണാടി ഊരി വെച്ചു. മുരിങ്ങ പൗഡർ ദിസ് ഇസ് 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ട് ഇതിൽ ആവശ്യാനുസരണം തൈര് ചേർക്കാം.
തൈരിന് അങ്ങനെ ഒരു കണക്ക് പറയുന്നില്ല. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള തൈര്. ഞാൻ പറഞ്ഞത് വെള്ളത്തിൽ ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ തൈരാകുമ്പോൾ എനിക്ക് തൈരിൻ്റെ ഗുണം കൂടി കിട്ടുമല്ലോ. എനിക്ക് തൈര് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. കഴിക്കാനും ഇഷ്ടമാണ്, മുഖത്ത് വരട്ടാനും ഇഷ്ടമാണ്. അസ്യൂഷ്വൽ കഴുകി വൃത്തിയാക്കിയ മുഖമായിരിക്കണം. ഇപ്പം ഞാൻ മുഖമൊക്കെ കഴുകിയിട്ടായിരിക്കുന്നത്, കുഴപ്പമില്ല. അത്യാവശ്യം ആദ്യം ഒന്ന് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. ചെറിയൊരു മസാജ്, ഒരു 2-3 മിനിറ്റ്. മുരിങ്ങയിലാണ് നല്ല മണം. നല്ല മണം എന്ന് വെച്ചാൽ അത്ര നല്ലതല്ല, സുഖമുള്ള മണമല്ല മുരിങ്ങയിലയ്ക്ക്. പക്ഷേ അതിന് ഭയങ്കര ഗുണമാണ്. തലമുടിക്കാണെങ്കിലും എല്ലാം ഭയങ്കര നല്ലതാണ്. ഉള്ളിൽ കഴിച്ചാലും അതിഗംഭീരമാണ്. തൈറോയിഡൊക്കെ ഉള്ള ആൾക്കാർക്ക് എൻ്റെ അമ്മ കഴിക്കുമായിരുന്നു മുരിങ്ങയില സൂപ്പ്. ഭയങ്കര എഫക്റ്റീവാണ്, കുറയും. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, 2-3 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് പാക്കായിട്ടിടാം. നല്ലൊരു പച്ച മണമില്ലേ മുരിങ്ങയില, അതിൻ്റെ അതന്നെ. എൻ്റെ മൈക്രോ ബ്ലേഡിങ് ആദ്യത്തെ ഒരാഴ്ച കുറച്ച് ഡാർക്കായിരുന്നു. ഇപ്പോൾ നാച്ചുറൽ കളർ തിരിച്ചു. ആ ഡാർക്ക് എന്ന് പറയുമ്പോൾ എന്താ അറിയോ, അത് അതിൻ്റെ പിഗ്മെൻറ്റ് കൂടി ഒരു ഇങ്ക് ഉപയോഗിച്ചിട്ടല്ലേ ചെയ്യുന്നത്. ആ ഇങ്കിൻ്റെ ഒരു കളർ ഒരാഴ്ച ഉണ്ടാവും. അത് സാവധാനം ഒരു 10 ദിവസം കൊണ്ട് ആദ്യം നമ്മൾ വെള്ളം തൊട്ടൊന്നും കഴുകാൻ പാടില്ല. ഒരാഴ്ചയെല്ലാം കഴിഞ്ഞ് പതുക്കെ അത് ഫെയ്ഡായി ഇളകിപ്പോവും. അത് കഴിഞ്ഞ് നോർമൽ കളറിലേക്ക് വരും. ഇപ്പം നോക്കിയാൽ നോർമലായില്ലേ. അതാണ് മൈക്രോ ബ്ലേഡ് ചെയ്ത് എൻ്റെ ഐബ്രോസ് ഇപ്പോഴത്തെ റിസൾട്ടാണ്. ഇതിപ്പോൾ ഒരു 2-3 ആഴ്ചയോളം ആകുന്നുണ്ട് കഴിഞ്ഞിട്ട്. സെക്കൻഡ് സിറ്റിങ് കഴിഞ്ഞിട്ട്. ഓക്കെ, ഫസ്റ്റ് സിറ്റിങ് ഞാൻ എല്ലാവരും വീഡിയോ കണ്ടു, പക്ഷേ സെക്കൻഡ് സിറ്റിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അതാണ്, അത് ഞാൻ ദുബായിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷമാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ഡെപ്തിൽ സ്കിന്നിലേക്ക് ആദ്യമേ കുറച്ചൊന്ന് ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ഇഫക്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് പാക്ക്. പിന്നെ എല്ലാ കാര്യം പറയുന്ന പോലെ കഴുത്തിലും കൂടെ ഇടണം. എനിക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, ഈ ഡ്രസ്സിലൊക്കെ ആകും, പിന്നെ അത് വാഷ് ചെയ്യാനൊക്കെ പാടാം. അല്ലാണ്ട് ചെയ്യുമ്പോൾ ഞാൻ കഴുത്തിലും ഇടാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു പച്ചക്കിളിയായിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഗ്രീൻ വാവ്. ചില കാർട്ടൂണിലൊക്കെ കാണുന്ന ഫിഗേഴ്സിനെ പോലെ ഉണ്ടല്ലേ. ഓക്കെ, ഇനി ഇതൊന്ന് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഒരു ടവലിടാം. ഓക്കെ, എന്നിട്ട് അതേ നോക്കി നന്നായിട്ട് ഉണങ്ങി. യെസ്, ഒരു ഗ്രീൻ ആ ഒരു കളർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് 2 പാത്രത്തിലായിട്ട്. ആദ്യം കുറച്ച് വെള്ളം ഇങ്ങനെ വെച്ചിട്ടൊന്ന് കുതിർക്കുക. ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു ഓന്തിൻ്റെ കളറാണോ? ഓന്ത് നല്ല പച്ച നിറത്തിൽ ഓന്തിൽ, അതിൻ്റെ കളർ. ഒരു ലോങ് ടേം ആയിട്ട് നമ്മളൊരു സ്കിൻ കെയറാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ തൈര്, ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ വെള്ളത്തിൽ ചേർത്ത് ചെയ്താലും മതി. ഡ്രൈ സ്കിന്നുള്ളവരൊക്കെ ഇങ്ങനെ തൈരോ പാലോ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു ഭയങ്കര ഡ്രൈ ഔട്ട് ആകാണ്ടിരിക്കാനാണ് കാര്യമായിട്ട്. വെള്ളം ഏതാണ്ട് പച്ച നിറമായി, പച്ച നിറം. അങ്ങനെ ഓന്ത് തിരിച്ച് ലക്ഷ്മിയായി വന്നിരിക്കുകയാണ്. ഓന്തിൻ്റെ കളറ് മാറി. നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഈ മുരിങ്ങയുടെ പൗഡർ. നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങിക്കാം, നല്ലത് കിട്ടും.
ഓക്കെ, ആമസോണിലൊക്കെ ഓർഡർ ചെയ്താൽ മതി. ഫസ്റ്റ് റൗണ്ട് ഓഫ് ക്ലീനിങ് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഒരു നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ലേ, ഒരു റേഡിയൻസ് ഒക്കെ തോന്നുന്നില്ലേ, ചെറുതായിട്ട് ചെറിയൊരു ഗ്ലോ ഒക്കെ ഉണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ഇഫക്റ്റാണ്. പക്ഷേ ഇതിനെക്കാട്ടിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതായത് ഡെയിലി ചെയ്താലും നല്ലതാണ്. ഒന്നിരാടാണെങ്കിലും ചെയ്തോളൂ, ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഇഫക്റ്റ് ഭയങ്കരമായിട്ട് വരും. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഒന്ന് ഫ്രഷ് വാട്ടർ അഗെയിൻ. ഇനി കംപ്ലീറ്റ് പോകാനായിട്ട് ഒന്നുകൂടി ഒന്ന് തുളച്ചെടുക്കാം. ഓക്കെ, നീറ്റായില്ലേ? യെസ്, ഇതാണ് എൻ്റെ മേക്കപ്പ് ഇല്ലാത്ത മുഖം. കംപ്ലീറ്റ് ക്ലീനായി. ഓക്കെ, സന്തോഷം. ഇനി കൂടി അയച്ചിടാലോ. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ? നല്ല സോഫ്റ്റായി. വാവ്, എനിക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാലോ, നല്ല സോഫ്റ്റ് ഫീലിംഗ് ആണ്. യെസ്, വെരി സോഫ്റ്റ്. നല്ലൊരു ഗ്ലോയും റേഡിയൻസും ഒക്കെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ എപ്പോഴും അങ്ങനെയാണ്. നമ്മളിപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റ്, ഇതിപ്പോൾ ശരിക്കും ഡെയിലി കെയർ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിത് സ്ഥിരമായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്താൽ മുഖത്തുള്ള ചുളുക്ക്, എന്താ പറയുക, റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, പിന്നെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് എല്ലാം മാറും. ധൈര്യമായിട്ട് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ തൈരിൽ മിക്സ് ചെയ്ത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഓയിലി സ്കിൻ ആണെങ്കിൽ വെറുതെ വെള്ളത്തിലോ റോസ് വാട്ടറിലോ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പം എൻ്റെ തലമുടിക്ക് ഭയങ്കരമായിട്ട് നീളം വെച്ചു, പക്ഷേ താഴ്ഭാഗമൊക്കെ കുറച്ചൊന്ന് തിന്നറായി വരുന്നു. അത് കാരണം ഞാൻ തലമുടി വെട്ടാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. കുറച്ചൊന്ന് ഷോർട്ടാക്കാൻ, സ്റ്റൈലൊന്ന് മാറ്റാൻ പോവാണ്. പക്ഷെ പൊങ്കാല കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ. പൊങ്കാല എല്ലാം കഴിയട്ടെ. ഒരു ട്രീറ്റ്മെൻറ്റോട് കെരാറ്റിൻ ചെയ്യാനും സമയമായി. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് ചെയ്യാനാണ് പ്ലാൻ. കുറച്ച് കളറിങ്ങും ഒക്കെ ആയിട്ട് കുറേ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ചെയ്യാം. ഒരു ചെറിയ ചേഞ്ച് 2026 പ്ലാനിങ്ങിലാണ് കേട്ടോ. ഞാൻ വേറെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എന്ത് സ്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇങ്ങനെ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ എന്തായാലും പുരട്ടും. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പുരട്ടുന്ന മോയ്സ്ചറൈസർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയാറില്ലല്ലോ, പ്രോഡക്ട്സിനെ കുറിച്ച്. നമ്മൾ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു മോയ്സ്ചറൈസർ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത്, ഞാൻ നിങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നൊരു കാര്യമാണ് സ്ലോക്സ്ബേയുടെ നട്ട് ജെല്ലി. സ്ലോക്സ്ബേ നട്ട് ജെല്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എനിക്കിഷ്ടമാണിത്. ഓക്കെ, നട്ട് ജെല്ലി സ്ലോക്സ്ബേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കവർ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇത് അല്ലേ? സ്ലോക്സ് നട്ട് ജെല്ലി എന്ന് പറഞ്ഞാൽ, സ്ലോക്സ്ബേ എന്ന് മുഴുവൻ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, സ്ലോക്സ് നട്ട് ജെല്ലി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണയായിട്ടൊരു മോയ്സ്ചറൈസർ മുഖത്ത് തേക്കുമ്പോൾ, അത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ മുഖത്ത് നല്ലതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 60% നമ്മുടെ സ്കിന്ന് അബ്സോർബ് ചെയ്യും എന്നാണ് പറയുന്നത്. 60% നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറാറുണ്ട് കാര്യങ്ങളിങ്ങനെ. അപ്പോൾ എന്ത് ക്രീം ഉപയോഗിച്ചാലും, നിങ്ങൾ ഏത് തരം മോയ്സ്ചറൈസർ ആണെങ്കിലും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോൾ അത് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, ഒരു 60% ഉള്ളിലേക്ക് പോകും. അപ്പോൾ മിക്കവാറും ഉള്ള എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സിലും പല ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് പെട്രോളിയം ജെല്ലി ആയിരിക്കും. പ്രത്യേകിച്ച് പറഞ്ഞാൽ മോയ്സ്ചറൈസേഴ്സിലൊക്കെ ധാരാളമായിട്ടുണ്ട് പെട്രോളിയം ജെല്ലി. പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നത് പെട്രോളിയത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്, അതൊരു നാച്ചുറൽ പ്രോഡക്റ്റ് അല്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. കാര്യം നമ്മൾ പെട്രോളിയം ജെല്ലി ഉപയോഗിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് കിട്ടും, മോയ്സ്ചറൈസ്ഡ് ആയിട്ട് സ്കിന്നൊക്കെ നല്ല മോയ്സ്ചേർഡ് ആയിട്ട് വരും. പക്ഷേ ഇൻ ദ ലോങ് റൺ ഒരുപാട് നാളത് ഉപയോഗിച്ചാൽ എന്താണ് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് വരുന്നതെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ലല്ലോ. നാച്ചുറൽ മോയ്സ്ചറൈസേഴ്സ് തേടി നടക്കുന്നവർ, ദാറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഫുഡ് സേഫ് ഇൻഗ്രീഡിയൻസ്, അതായത് നമുക്ക് ഭക്ഷണ യോഗ്യമായിട്ടുള്ള ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്ന, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കുന്ന നാച്ചുറൽ മോയ്സ്ചറൈസേഴ്സ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴല്ല, കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ്, അതായത് സ്ലോക്സ്ബേയുടെ
നട്ട് ജെല്ലി ഇത് ഭയങ്കര നല്ലതാണ്. ഇതിൻ്റെ അകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു കാര്യമുണ്ട്, അതാണ് ഹൊഹോബ ഓയിലുണ്ട്. പിന്നെ പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഷിയ ബട്ടറാണ്. അപ്പോൾ 100% ആഫ്രിക്കൻ ഷിയ ബട്ടർ ഒന്ന്, പിന്നെ ഹൊഹോബ ഓയിൽ, ഇസ്രയേലി ഹൊഹോബ ഓയിലാണ്. പിന്നെ മൂന്നാമത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ലാവൻഡർ ഓയിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളാണ്. അപ്പോൾ സാധാരണ ഒരു എന്താ പറയുക, നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷിയ ബട്ടർ മാത്രമായിട്ട് ഉപയോഗിച്ചാൽ കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, പിന്നെ പ്രത്യേകിച്ച് മണമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അതേസമയം ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇതിപ്പോൾ ലാവൻഡർ ഓയിലും ഇതും എല്ലാം കൂടി വരുന്നതാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു സ്റ്റിക്കിനെസ് ഇല്ലേ, അങ്ങനത്തെ പ്രശ്നം. മാത്രമല്ല കോക്കനട്ട് ഓയിലൊക്കെ ഭയങ്കര കൊമഡോജനിക്കാണ്. കൊമഡോജനിക് എന്ന് പറയുമ്പോൾ നമ്മുടെ പോസിനെ ക്ലോഗ് ചെയ്യുന്ന കാര്യമാണ്, അത് അകത്ത് കയറി അടഞ്ഞിരിക്കും. അപ്പോൾ നോൺ കൊമഡോജനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനത്തെ ഓയിൽസ്. ഈ ഹൊഹോബ ഓയിൽ ആ കൂട്ടത്തിലുള്ളതാണ്. ഞാൻ എപ്പോഴും പറയില്ല ഹൊഹോബ ഓയിൽ മാത്രം മസാജ് ചെയ്യുന്ന കാര്യമൊക്കെ, അത് എന്താണെന്ന് വെച്ചാൽ അത് നോൺ കൊമഡോജനിക്കാണ്, അത് പേടിക്കേണ്ട, ഒരിക്കലും നമ്മുടെ പോസിനെ ക്ലോഗ് ചെയ്യില്ല. മാത്രമല്ല ഹൊഹോബ ഓയിലിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ സ്കിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ സെബത്തിന് ഇക്വലൻ്റാണ് അതിൻ്റെ ഒരു അതിൻ്റെ കൺസിസ്റ്റൻസി ആണെങ്കിലും അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം അത് തന്നെയാണ്. നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിന് തുല്യമാണ് ഹൊഹോബ ഓയിൽ. അപ്പോൾ അതൊക്കെ ചേർന്ന് വരുന്നതുകൊണ്ടാണ് എനിക്കിത് കൂടുതൽ ഇഷ്ടം. ഹൊഹോബ ഓയിലുണ്ട്, ഷിയ ബട്ടറുണ്ട് ആൻഡ് ലാവൻഡർ ഓയിൽ. അപ്പോൾ ചെറിയൊരു മണമൊക്കെ ഉണ്ട്, പക്ഷേ സ്റ്റിക്കി ഒന്നും ആയിരിക്കില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് തന്നെ ഉപയോഗിക്കുന്നത്. രാത്രി കിടക്കുന്ന സമയത്ത് ഒരു മോയ്സ്ചറൈസർ വരട്ടണം തോന്നിയാൽ ഇത് ഉപയോഗിക്കാം, അതല്ല ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. പിന്നെ മുഖത്ത് മാത്രമല്ല, ഇതിൻ്റെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് റിലീഫ് ഉണ്ടാവും, പ്ലസ് അതിൻ്റെ ഒരു ലോങ് ടേം ഇഫക്റ്റ് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ കണ്ടു തുടങ്ങും. മുഖത്തൊരു നാച്ചുറൽ ഗ്ലോയും റേഡിയൻസും ഒക്കെ ഉണ്ടായി തുടങ്ങും, മുഖത്താണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ. ഇനി കയ്യിലൊക്കെയാണ് ഇടണമെങ്കിൽ കയ്യിലും കാലിലും ഈ എന്താ പറയുക, ഭയങ്കര ഓയിൽ കുറഞ്ഞിട്ട് നമ്മുടെ മോയ്സ്ചർ കുറഞ്ഞിട്ട് ഭയങ്കര ഡ്രൈ സ്കിൻ ആവില്ലേ, മൊരിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാറും. അപ്പോൾ ഫേസ് മാത്രമല്ല, എല്ലാം നമുക്ക് മൊരിച്ചിൽ പോലെ മോയ്സ്ചർ കണ്ടൻറ്റ് കുറവുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണോ അവിടെയൊക്കെ നോക്കിയിട്ട് സ്കിൻ ഇഷ്യൂസ് ഉള്ള ഭാഗത്തുമൊക്കെ നമുക്കിത് ഇടാൻ സാധിക്കും. അപ്പോൾ അതൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ എൻ്റെ ഇഫക്റ്റ് വരും, ഫേസൊക്കെ ഗ്ലോയിങ് റേഡിയൻ്റായി മാറും. പിന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറും. പിന്നെ മോയ്സ്ചർ കുറവായതുകൊണ്ടുണ്ടാകുന്ന സ്കിൻ റിലേറ്റഡ്, സ്കിന്നിൽ ഡ്രൈ പാച്ചസ് അങ്ങനത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മൊരിച്ചിൽ പോലെയുള്ള കാര്യങ്ങളെല്ലാം മാറും. അങ്ങനെയുള്ള കുറേ കാര്യമുണ്ട് ഇതിനകത്ത്. പിന്നെ ഉപയോഗിക്കുന്ന രീതിയാണെങ്കിലും സിമ്പിളാണ്. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം, കാരണം 3-4 വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളായി പറഞ്ഞിട്ട് ഒക്കെ വെച്ചിരുന്ന ഇപ്രാവശ്യം ഞാൻ ഇടുന്ന സമയത്ത് ഒന്നുകൂടി പറയാം ആൾക്കാർ. അപ്പോൾ എല്ലാം നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ കുറച്ചേ എടുക്കാവുള്ളൂ, വളരെ കുറച്ച് എടുക്കുക. ഓക്കെ, അല്പം എടുക്കുക, അതിൻ്റെ ആവശ്യമുള്ളൂ. കയ്യിലിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ ഓയിലി ആയിട്ട് ഇങ്ങനെ വരും. ജസ്റ്റ് ഏത് കാര്യം ചെയ്യുമ്പോഴും കഴുത്ത് വേണം, വളരെ സ്മൂത്തായിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ സർക്കുലർ മൂവ്മെൻറ്റ്സ്. ഓക്കെ, ഫിംഗർ ടിപ്പ് വെച്ചിട്ട് സർക്കുലർ മൂവ്മെൻറ്റ് കൊണ്ടിങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തേക്ക് ഇത് നന്നായിട്ട് ഒരു 60% ഇത് അബ്സോർബ് ചെയ്യും. ആ ഇഫക്റ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം മുഖത്ത് മോയ്സ്ചറൈസർ, അതായത് മോയ്സ്ചർ കുറവായതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലുമൊക്കെ ഡ്രൈ പാച്ചസോ മൊരിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. സ്കിന്ന് നല്ല സ്മൂത്ത്, ഗ്ലോയി ആൻഡ് റേഡിയൻറ്റും ആകും. അപ്പോൾ ഇതുപോലെയുള്ള, ഇപ്പം ഞാൻ നേരത്തെ ഇപ്പം നമ്മൾ ചെയ്ത പാക്ക്, പല പാക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനത്തെ എന്ത് കാര്യം നമ്മൾ ഫേസിൽ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ പുരട്ടണം, അത് മസ്റ്റാണ്, അതിന് ഏറ്റവും ബെസ്റ്റാണ്. അപ്പം മുഖത്തേക്ക് ഉള്ളൊരു മോയ്സ്ചറൈസറായിട്ട് സ്ഥിരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. രാത്രി കിടക്കുന്ന സമയത്തും ഒരു മോയ്സ്ചറൈസറിൻ്റെ ആ ഒരു എന്താ വേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഇത് നല്ലതാണ്, ഈ ഒരു മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഇത് സ്ലോക്സ്ബിയുടെ നട്ട് ജെല്ലി, ഇറ്റ്സ് വെരി നൈസ്. ഇതിനകത്ത് വേറെ ഒരു കെമിക്കൽ അങ്ങനത്തെ ഒന്നുമല്ല, ഇതെല്ലാം നാച്ചുറൽ പ്രോഡക്റ്റ്, നട്ട്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ലാക്ക് ഓഫ് മോയ്സ്ചർ കൊണ്ട്, മോയ്സ്ചറിൻ്റെ കുറവ് കൊണ്ട് സ്കിന്നിലുണ്ടാകുന്ന എല്ലാ ഇഷ്യൂസും ഇത് അഡ്രസ്സ് ചെയ്യും. അത് ഞാൻ എടുത്തു പറയുകയാണ്. എനിക്ക് അത്രത്തോളം എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്രീമാണിത്. ഓക്കെ, ദിസ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾ ഒരു നാച്ചുറൽ മോയ്സ്ചർ, അത് ലോങ് ടേം യൂസിലും ഒരു കുഴപ്പവും വരില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പെട്രോളിയം ജെല്ലിയൊക്കെ ചേർന്ന് വരുന്നത്
പെട്രോളിയത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് അത് ഒരിക്കലും ഒരു നാച്ചുറൽ പ്രോഡക്റ്റായിട്ട് നിങ്ങൾ വിചാരിക്കുക വേണ്ട. അത് കെമിക്കലാണ്, അതിന് കെമിക്കൽ ബേസ്ഡാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് ലോങ് ടേമിൽ അറിയാൻ പറ്റില്ല, ഇപ്പോഴേ അറിയാൻ പറ്റില്ല. ഇത് ലോങ് ടേമിലും കുഴപ്പമില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൺലി നാച്ചുറൽ പ്രോഡക്റ്റ്. നാച്ചുറൽ പ്രോഡക്ട്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഒരു ആർട്ടിഫിഷ്യൽ സാധനവും ഒരു കെമിക്കലും ഇതിനകത്തില്ല. ഓക്കെ, ഇതിങ്ങനെ ഭയങ്കര ഓയിലായിട്ട് ഇരിക്കുകയൊന്നുമില്ല. ഇട്ട് കഴിഞ്ഞാൽ അത് സ്കിന്ന് അബ്സോർബ് ചെയ്യും 60%ഓളം. ഓക്കെ, നല്ല സപ്പിളായിട്ട് ഇതുകൊണ്ട് സ്കിന്ന് നല്ല സ്മൂത്ത് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും. ഡ്രൈനെസ് ഒന്നും തോന്നില്ല. ഒരു ഫ്യൂ ഡേയ്സ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും, നല്ല മാറ്റം ഉണ്ടാകും. ഓക്കെ, ഭയങ്കര കോസ്റ്റ്ലി ഒന്നുമല്ല. പിന്നെ ഇത് വാങ്ങുന്നതാണെങ്കിൽ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബൈ. ഇത് അങ്ങനെ ഇപ്പോൾ നാച്ചുറൽ പ്രോഡക്റ്റായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ഫോർ ദിസ്. നല്ല. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞു. എൻ്റെ മുഖത്തിനെ ഞാൻ നല്ലതായിട്ട് പാമ്പർ ചെയ്ത് കഴിഞ്ഞു. പാമ്പർ ചെയ്യാന്ന് പറയാറില്ലേ, മുഖത്തിനെ നമ്മുടെ സ്കിന്നിനെ നമ്മൾ അത്രയും സൂക്ഷിക്കുക, കൊഞ്ചിക്കുക എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഫേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിലാളനങ്ങളും ചെയ്ത് കഴിഞ്ഞു. പാമ്പേർഡ്, സ്കിന്ന് വളരെ ഹാപ്പിയാണെന്ന് സംശയമില്ല. അത് ഇതുപോലെ എല്ലാ ദിവസവും ചെയ്താൽ സ്കിന്ന് വളരെ വളരെ ഹാപ്പി ആയിരിക്കും. ഞാനാണെങ്കിൽ എപ്പോഴും മേക്കപ്പൊക്കെ ഇടുന്ന ആളല്ലേ, കാര്യം ഷൂട്ടൊക്കെ ഉള്ളതുണ്ട്. അല്ലെ, മേക്കപ്പ് ഇല്ലാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ആ സമയത്ത് സ്കിന്നൊക്കെ ഇങ്ങനെ, അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രിയോ വൈകുന്നേരമോ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ സ്കിന്ന് നല്ലതായിട്ട് കെയർ ചെയ്യും. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു പരിപാടി. മോയ്സ്ചറൈസർ ഞാനിതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ട്രീറ്റ്മെൻറ്റ് മറക്കാണ്ട് ചെയ്യുക. മുരിങ്ങയിലയുടെ പൗഡർ വെച്ചിട്ട്. ഓക്കെ, വെരി ഗുഡ് ഫോർ യുവർ സ്കിൻ. പ്രായം തോന്നിക്കുകയില്ല, നല്ലതായിട്ട് ഒരു എന്താ പറയുക, ചെറുപ്പ് ലുക്ക് തന്നെ ഇരിക്കും. ചർമ്മം കണ്ടാൽ പ്രായം തോന്നിക്കുകയില്ല എന്നുള്ള ആ ഒരു ഇതിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതുപോലെ മോയ്സ്ചറൈസർ പുരട്ടാൻ മറക്കണ്ട. ദിസ് എ വെരി ഗുഡ്. ഓക്കെ, സ്ലോക്സ്ബേയുടെ നട്ട് ജെല്ലി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.